മച്ചന്മാരെ, മീനുകളുടെ വിഹാര കേന്ദ്രമായിട്ടുള്ള ഒരു തകർപ്പൻ സ്പോട്ടിലാണ് നമ്മളിന്ന് വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മളൊരു പോൾ റോഡാണ് ഇന്നിവിടെ കച്ചുകൊണ്ടിടാനായിട്ട് ഉപയോഗിക്കുന്നത്. 8 അടിയുടെ പോൾ റോഡാണ്. നമുക്ക് എത്ര നീളമുള്ള പോൾ റോഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഒരു 8 അടിയുടെ പോൾ റോഡ് മതിയാവും. അതുപോലെ തന്നെ ചെറിയൊരു ഹുക്ക് ഇട്ടിട്ടുണ്ട്. കരിമീൻ, അതുപോലെ തന്നെ കുറുവ, സിലോപ്പി പോലുള്ള മീനുകളാണ് ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്മാർ നമ്മുടെ ബെയ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല. ഉറപ്പായിട്ടും അതിനകത്ത് കയറി അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബെയ്റ്റ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെക്കൻഡും അലർട്ടായിട്ട് നിൽക്കണം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു തീപാർ സ്ട്രൈക്ക് നമ്മുടെ ചൂണ്ടയിൽ പ്രതീക്ഷിക്കാം. അടിക്കിട്ടി കൊത്തി നല്ലൊരു കൊത്തായിരുന്നു. ഇവിടെ ഇച്ചിരി ആഴം കുറവുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്ലോട്ട് കുറച്ചും കൂടെ ഒന്ന് താത്തിയിട്ട് ബുദ്ധിയായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് അല്പം താത്തി സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ആഴം കുറവുള്ള സ്പോട്ടിൽ നമ്മൾ അധികം കയറ്റേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ നിട്ട് വെക്കാം. മിക്കവാറും ഇപ്പോൾ തന്നെ മീൻ കയറാനുള്ള എല്ലാ സാഹചര്യം കാണുന്നുണ്ട്. നമുക്ക് മീൻ അടിക്കുമ്പോൾ തന്നെ ഹുക്ക് കൊടുക്കാനായിട്ട് റെഡിയായിട്ട് സെറ്റായിട്ട് നിൽക്കാം. മീൻ അടിച്ച് താത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ. ഏത് സെക്കൻഡിലുള്ള അടി പൊട്ടാം. ഫ്ലോട്ടിൽ ശരിക്കും അനക്കമുണ്ട്. അതിനർത്ഥം മീനുകൾ നമ്മുടെ ബെയിറ്റിൻ്റെ അടുത്ത് ഉണ്ടെന്നുള്ളതാണ്. ഉറപ്പായിട്ടും അവന്മാരിപ്പോൾ കയറി അടിക്കും. അടിക്കാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. കൊത്തി ജസ്റ്റ് മിസ്. മീൻ കൊത്തുന്നുണ്ട് വെച്ചാൽ മീൻ കൊത്തുന്നുണ്ട്. നല്ലൊരു മീൻ്റെ ആക്ടിവിറ്റി ഇപ്പോൾ അപ്പുറമായിട്ട് കണ്ടിരുന്നു. അത് മിക്കവാറും രോഹു ആവാൻ ചാൻസ് ഉണ്ട്. ആ ഭാഗത്ത് രോഹു ഇടുന്ന് കളിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അവിടെ നമ്മൾ അടുത്ത ദിവസം നീരാളിയും കൊണ്ട് വന്ന് അവനെ പൊക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചുകൊണ്ടേ തന്നെ ഫോക്കസ് ചെയ്യാം. നല്ലടിയാണ്. കൊത്തി ശരിക്കും കൂടിയിട്ടുണ്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ള സമയം. നമുക്ക് നല്ല മീൻ്റെ കൊത്തിക്കൊണ്ട് പോയി. ശരിക്കും കുത്തു കൂടിയിട്ടുണ്ട് വെച്ചാൽ ശരിക്കും കുത്തു കൂടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നല്ല അലർട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ അവനെ പൊക്കാനായിട്ട് പറ്റും കൂളായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത ചൂണ്ട സെറ്റാക്കി എറിയാം. നമ്മൾ ചെറിയ കുളത്താണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ മിസ്സാവാണ്ട് കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. മാക്സിമം നമുക്ക് ഒരു ചെറിയ ഫ്ലോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ബെയ്റ്റ് സെറ്റാക്കി അവിടെ തന്നെ ഇടാനായിട്ട് പോവാണ്. അധികം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട വരില്ല. മിക്കവാറും ഈ ഇടലിൽ തന്നെ നല്ലൊരു കരിമീൻ കയറാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ഇട്ടിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇനി നമ്മൾ വെയിറ്റിങ്ങിലാണ്. മീനടിച്ച് ഫ്ലോട്ട് താഴുമ്പോൾ തന്നെ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 8 അടിയുടെ പോൾ റോഡാണ് വേട്ടയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല റിസൾട്ടുള്ള റോഡുകളാണിത്. ഇതിൽ ഒരു വട്ടം മീൻ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിടാനായിട്ട് ഇത്തരം റോഡുകൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അത്രയ്ക്കൊരു ഫീലാണ് ഇത്തരം റോഡുകളിൽ മീൻ പിടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ ഫ്ലോട്ടിൻ്റെ ഓരോ ചെറിയ ചെല്ലവും നിരീക്ഷിക്കാൻ നിൽക്കുന്നത്. നല്ലൊരു കൊത്ത് കിട്ടിയായിരുന്നു. മിക്കവാറും കുറവാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇപ്പോൾ തന്നെ മീൻ അടിക്കും. എന്തായാലും മീൻ അടിക്കും എന്നുള്ളൊരു ഉറപ്പാണ്. ശരിക്കും മീനുകൾ നമ്മുടെ ബെയിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. നമ്മൾ ഓരോ സെക്കൻഡും ഫ്ലോട്ട് നിരീക്ഷിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ബെയിറ്റിൽ വരുന്ന മീൻ ഉണ്ടാക്കുന്ന ഓരോ ചലനവും നമ്മുടെ ഫ്ലോട്ടിൽ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ ബെയിറ്റ് കുത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ അടുത്ത ബെയിറ്റ് ഇറക്കുകയാണ്.